ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു മഴ ഇന്നലെ കിട്ടി. എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇപ്പം അടുപ്പിച്ച് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും എല്ലായിടത്തും മഴ പെയ്യട്ടെ, എല്ലാ കിണറ്റുകളും വെള്ളമാകട്ടെ, വെള്ളത്തിൻ്റെ ദാരിദ്ര്യം മാറട്ടെ അല്ലേ. അപ്പം നമുക്കിന്ന് നല്ല അടിപൊളി ഈ ചക്ക കൊണ്ട് ചക്ക വരട്ടിയത് അതാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെ ചെയ്യുന്നത് നോക്കിക്കോണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടണൊക്കെ അമർത്താനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ സമയം കളയാതെ നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം. ഈ പണ്ടത്തെ കാലത്തൊക്കെ ഈ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയമെടുത്ത് ഓട്ടൂരിലേക്കകത്തൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. ഒത്തിരി സമയമെടുത്താണ് അത്രയും സമയം എടുക്കും അത് ചെയ്തെടുക്കാൻ. പക്ഷെ നമുക്ക് അത്ര സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ജാറെടുത്ത് ആ ജാറിൻ്റെ അകത്തോട്ട് ഈ പഴത്തേക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ഇടുക. കുരുവും അതിൻ്റെ നാലും എല്ലാം കളഞ്ഞ ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇത് വരിക്കച്ച കൂടച്ചക്ക ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വലിയ വലുപ്പമുള്ള ചക്കയാണെങ്കിൽ ഒന്ന് മുറിച്ച് ഒക്കെ ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ചക്കയ്ക്കകത്ത് വെള്ളമായ വെള്ളമല്ലേ. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാനെടുത്ത് അടുപ്പത്തിട്ട് വെച്ചിട്ട് ഒന്ന് കത്തിക്കാം. ഇതൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എളുപ്പമാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഓട്ടുരുളിയൊക്കെ വെച്ച് അതിൻ്റെ അകത്താണ് കാര്യം. അത് ചൂടായി വരാൻ തന്നെ താമസം പിടിക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ കുറച്ചൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ അകത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി. അപ്പോൾ വെള്ളം ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ശർക്കര പാക്കറ്റ് കിട്ടും, അതായത് ശുചീകരിച്ചൊക്കെ വരുന്നത്. ഇതേപോലെ ശർക്കര പൊടി ശർക്കരയായിട്ട് ഞാനതാണ് എടുക്കുന്നത്. അതല്ല ശർക്കര ഉണ്ടയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുക്കി അതിൻ്റെ വേസ്റ്റെല്ലാം കളഞ്ഞതിന് ശേഷം അരിച്ചൊഴിച്ചാൽ മതി ഇതിൻ്റെ അകത്തോട്ട്. ഇതിപ്പം ഈ പൊടി ശർക്കര ആയതുകൊണ്ട് ശുചീകരിച്ച് വരുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തിപ്പം മണ്ണൊന്നുമില്ല. നമ്മൾ കുറച്ച് ശർക്കര ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ഞാനിപ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കര പൊടി അങ്ങോട്ട് ഇടുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം മധുരം കുറവായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ചേർക്കാവുന്നതാണ്. ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്കയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട്. കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ആവശ്യകാലം കൂടെ ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യമായിട്ട് നെയ്യ് ഇട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നെയ്യ് എത്രത്തോളം നമ്മൾ ചേർക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതേപോലെ ഘട്ടങ്ങളായിട്ട് ഓരോ അല്പം നെയ്യ് ഇത് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചുക്കുപൊടി, ഏലക്ക, ചെറിയ ജീരകം ഇതെല്ലാം ഒന്ന് ഞാൻ ചതച്ച് വെച്ചതാണ്. ചുക്ക് മാത്രം ചുക്ക് പൊടിയായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ ജീരകമാണ് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. കല്ലിനൊന്ന് ഇടിച്ച് ഒതുക്കിയതാണ്. അതുപോലെ ഏലക്ക ഒരു 5-6 ഏലക്ക, ഒരു ടീസ്പൂൺ ചുക്കുപൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. കാര്യം ഇതൊക്കെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്. അതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്താ നെയ്യ് നമ്മളിങ്ങനെ കുറേശ്ശെ നെയ്യ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നെയ്ക്കകത്താണ് ഇത് വരട്ടിയെടുക്കേണ്ടത്. ഇനി ഇപ്പോൾ 3-ാമത്തെ സ്പൂണാണ്. 3-ാമത്തെ സ്പൂൺ നെയ്യാണ് നമ്മൾ ഒഴിച്ച്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇടപെട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ അത്ര സമയം ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 3-ാമത്തെ ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കും. ഈ പാലിൻ്റെ അകത്തു നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്.
ഇതിങ്ങനെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഏലക്കായും അതുപോലെ തന്നെ ജീരകവും ചുക്കുപൊടിയൊക്കെ നമ്മൾ ചതച്ചായിട്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ മിക്സിക്കകത്ത് ചതയ്ക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ആ മിക്സിക്കകത്തിട്ട് മസാലയൊക്കെ പൊടിക്കുന്ന ജാറില്ല, ആ ജാറിനകത്തിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. ഈ ചക്ക വരട്ടി എടുക്കുക എന്ന് പറഞ്ഞാണല്ലോ ശരി. നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും എടുക്കും. മറ്റേ ഞാൻ പറഞ്ഞ വലിയ രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും അതൊന്ന് റെഡിയായി വരാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ വീടുകളിൽ നമുക്കെങ്ങനെ ഒരു നല്ല ചക്ക വരട്ടി ഉണ്ടാക്കാം, അതുമാണ് നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് 4ാമത്തെ സ്പൂൺ നെയ്യാണ് അങ്ങോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ആ 4ാമത്തെ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മീഡിയം ലെവലിലൊക്കെ നിന്നാൽ മതി. ഇപ്പം നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട്, ഇതങ്ങ് നിർത്താം നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 10-30 മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മളെ ചക്ക നമ്മുടെ ശകലമുള്ള നിങ്ങൾ കണ്ടില്ലേ, ഒരു ബൗള് അതിനുള്ള സാധനമല്ലേ നമുക്ക് കാണത്തുള്ളൂ. ഒരുപാട് ഒട്ടയ്ക്ക് അതനുസരിച്ച് സാധനങ്ങൾ ചേർക്കുകയും ചെയ്യണം, ഒരുപാട് കാണുകയും ചെയ്യും. ഇതിപ്പം ഇത് തണുത്തതിന് ശേഷം ഒരു ചില്ലുകുപ്പിയില്ലേ, നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് ഉണക്കി ആ ചില്ലുകുപ്പിക്കകത്ത് ഇട്ടുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ അത്ര ഇല്ല, ചക്ക കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു ബൗളിനകത്ത് കൊള്ളാനുള്ളത് കാണത്തുള്ളൂ. നമുക്കിതങ്ങോട്ട് തണുത്തതിന് ശേഷം ഇങ്ങ് ഓരി അങ്ങോട്ട് ഇടും. ഇതിപ്പം വെക്കാനൊന്നും ഇല്ല, ഇത് കയറി ഇറങ്ങി കഴിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ചില്ല് കുപ്പിക്കകത്തൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ചക്ക ഒരു കഷ്ണം ഒരാൾ തന്ന കേട്ടോ. അപ്പം ശകലം ഉള്ളായിരുന്നു. ആ ഉള്ളതുകൊണ്ട് നമ്മൾ ആ കൈ കിട്ടിയതുകൊണ്ട് നമ്മൾ ഒരു ചക്ക വരട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്ന ഉള്ള ഒരു രീതി ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ശർക്കരയും അതുപോലെ തന്നെ ചക്കയ്ക്കൊക്കെ മധുരമല്ലേ, തീർച്ചയായിട്ടും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയതാണ്. നല്ല അടിപൊളിയായിട്ട് ചക്ക വരട്ടിയത്. ഒരുപാട് ചക്ക ഉണ്ട്, വലിയ വാർപ്പിൻ്റെ അകത്തൊക്കെ ചെയ്ത് ഇതേപോലെ ചെയ്ത് വെച്ചാൽ വലിയൊരു ചില്ല് ഭരണിക്കകത്തിട്ട് വെച്ചാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. അപ്പം നമ്മളൊരു സാമ്പിളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അറിയാൻ പറ്റാറുണ്ട് ചെയ്തോട്ടെ ഇതിൻ്റെ കൂട്ടൊക്കെ എങ്ങനെയാണെന്ന്, അത് എത്ര സമയം എടുത്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് വിശദീകരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറന്നുപോലെ. അപ്പം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.